ഗൈസ്, ഞാൻ സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് നമ്മുടെ ചുള്ളിയോടിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, ആ റോഡിൽ കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുണ്ട്, ബിരിയാണി ഹട്ട് എന്ന് പറഞ്ഞിട്ട്. ആ ബിരിയാണി ഹട്ട് പോയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടെ അൺലിമിറ്റഡ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ചുള്ളിയോട് റോഡ് തന്നെയാണത്. ചുള്ളിയോട് റോഡിന് കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ബോർഡുണ്ട്. അതവിടെ കാണാൻ ബോർഡ് കൊടുക്കുന്നുണ്ട്, കണ്ടോ, ബിരിയാണി ഹട്ട്. അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പുണ്ട്. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കാം. ചില ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ എൻഡിൽ കാണാണ് കട. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം, ഇന്ന് അവിടെ നിന്ന് കഴിക്കാം. ചെറിയൊരു ഇടവഴി ഇങ്ങനെ കാണുന്നുണ്ടാവും. കുറച്ച് മുമ്പോട്ട് അപ്പുറത്തേക്കാണ് നമ്മുടെ ബൈപ്പാസ് റോഡ് ഉള്ളത്. അതിന് നേരെ മുമ്പിലേക്കാണ് നമ്മൾ പോണത്. ഇതാണ് ഗൈസ് നമ്മുടെ ഷോപ്പ്. ഇവിടെ ഉണ്ടല്ലേ, കുറച്ച് ദൂരം അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന്, അവിടുന്ന് ആ ബിൽഡിംഗ് ആണ്. അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബിരിയാണി ഹട്ട്. ഓക്കെ, ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് അടുത്ത് കയറി നോക്കില്ലേ. ഇവിടെ സാധാരണ ദിവസങ്ങൾ നല്ല റഷ് ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും. കാരണം 1 മണി ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര റഷായിരിക്കും. ഞാൻ പോന്നിരിക്കുന്നത് 11:45, 12 മണി സമയമാണ്. ഇപ്പോൾ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് പോകാം. നമുക്കിന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടുത്തെ ബിരിയാണി. ഗൈസ്, ഇത് നമ്മളെ ചെറിയൊരു ഷോപ്പാണ്, നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഷോപ്പാണ്. എൻ്റെ കിച്ചണൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളതല്ലേ. ബിരിയാണി മാത്രമേ ഉള്ളൂ, ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആണ് ഇവിടെ ഇതിങ്ങനെ അളവ്. പക്ഷെ ഒരു അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. എൻ്റെ അകത്തൊക്കെ ഇരിക്കാൻ സൗകര്യം ഉണ്ടല്ലോ. ഞാൻ ബിരിയാണി ഹട്ട് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, കാട ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഉണ്ട്. ചിക്കൻ ലൈവ് അല്ലേ? ഇവിടെ ചിക്കനൊക്കെ ലൈവ് ആയിട്ടുണ്ടല്ലേ, ലൈവ് ചിക്കൻ പൊരിച്ചിരുന്ന ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനാണ്. ഓക്കെ, ആ അത് കളയും കാര്യം സെറ്റപ്പൊക്കെ കൊടുത്ത് ഓപ്പൺ ആയിട്ടാണ് ആക്കുക. ചിക്കനോടെ മസാല ഇട്ട് വെച്ചിരിക്കുന്നതോടെ ഇതിൻ്റെ അകത്ത് ബീഫുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇവിടേക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചെറിയ ഷോപ്പാണ്, ബട്ട് നല്ല ഇതാണ്. ഇപ്പോൾ കുറച്ച് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല റഷ് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. തിരക്കാണ്. ശരി, ഇതുപോലെ ഒരു കുത്തായിട്ടാണ് നമുക്ക് ബിരിയാണി കിട്ടുന്നത്. പക്ഷേ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. 110 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഗ്രേവിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന ഗ്രേവിയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. നമുക്ക് 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി ഇവിടെ നിന്ന് കഴിക്കാം. പിന്നെ പാർസലൊക്കെ മേടിച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരു 10 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. 120 രൂപയാണ് പാർസലിൻ്റെ ചാർജ്. 12 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു. ബിരിയാണീൻ്റെ കൂടെ അവിടെ ലെമൺ ടീ ഉണ്ട് കേട്ടോ. ലെമൺ ടീ അതിൻ്റെ കൂടെ ഉള്ളതാണ്. പുറത്തന്നെ ഒരു ജാറിൽ വെച്ചിട്ടുണ്ടാവും. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് കുടിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബിരിയാണി കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടിപൊളി ബിരിയാണിയാണ്. 110 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. പാർസലാണെങ്കിൽ ഒരു 10 രൂപ എക്സ്ട്രാ വരും. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് കഴിക്കണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് വയറ് നിറച്ച് ബിരിയാണി കഴിക്കാൻ പറ്റുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ചിക്കന്, ബീഫ്, കാട, അതുപോലെ തന്നെ ഫിഷ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ബിരിയാണിയാണ്, നിരാശരാവില്ല, നല്ല ബിരിയാണിയാണ്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.